ചിരി ഔ ഔ ഔ ഔ ചിരി ചിരി ഒരു ചിരി ഇരിച്ചിരി പൊട്ടിച്ചിരി ബമ്പച്ചിരി എന്റെ സഹോദര സഹോദരികളെ നമസ്കാരം നമസ്കാരം നമസ്കാരം. എന്റെ വീട്ടിൽ ഒരു കുഞ്ഞു പൂച്ചയെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കാണാൻ വഴിയില്ല. കാരണം എന്റെ വീടങ്ങും ദൂരെ മണലിയാണ്. എന്റെ കുഞ്ഞിനെ കാണാൻ ഭയങ്കര ചന്തമാണ്. നിങ്ങളത് കണ്ടാ ചോദിക്കാതെ എടുത്തോണ്ട് പോവാം, അത്ര ചന്തമാണ്. ഒരു ദിവസം ഈ കുഞ്ഞെ ഒരു ചെറുക്കനെ വീട്ടിൽ വിളിച്ചോണ്ട് വന്നു. കുഞ്ഞ് വയറ്റില് കൈവച്ചിരുന്നത് കണ്ടപ്പോൾ മമ്മിക്ക് കാര്യം പിടികിട്ടി. മമ്മി അടുക്കളയിൽ പോയ തക്കുമ്പോൾ കുഞ്ഞ് എന്റെ ഡാഡി അടുത്ത് പറഞ്ഞു, ഇത് പിളപ്പിച്ച ആളാണ് ഞാൻ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കേട്ടോന്ന് മമ്മി ഓടി വന്നത് കണ്ടതും കുഞ്ഞ് തട്ടിന്റെ പുറത്തേക്കും പോയി കാമുക പുറത്തേക്കും ഓടി. അന്ന് രാത്രി തട്ടിന്റെ പുറത്തേക്ക് കരച്ചിലും വിളിച്ചിലും കേട്ട അർദ്ധരാത്രിയില് മമ്മിയുടെ അടി നെട്ടി ഉണർന്നു. ലൈറ്റ് ഇട്ടതും കുഞ്ഞി മക്കളെയും കൂട്ടിയിട്ട് യാത്ര പോലും പറയാതെ പോകുകയാണ്. നേരം വെളുത്തപ്പോൾ കുഞ്ഞി കാമുകനോട് പറയുന്നു, മനുഷ്യ നിനക്ക് 4 മക്കളാ. എന്റെ പ്രിയതമ നിനക്ക് 4 കുഞ്ഞുകളാ. എന്റെ കള്ള കാമുക നിനക്ക് 4 മക്കളാ. എന്റെ പൊന്നെ നിങ്ങളെ പോലെയുള്ള 4 മക്കളാ. എന്റെ ചേട്ടാ നമുക്ക് 4 മക്കളാ. ഇത്രയും പറഞ്ഞതും എവിടെ എന്റെ പൊന്നു മക്കൾ കുഞ്ഞിയുടെ കയ്യേം പിടിച്ചിട്ട് ഒരേ പോക്ക. ഇതാണ് എന്റെ കുഞ്ഞു പൂച്ചയുടെ പ്രസവം. മനസ്സിലായോ? മനസ്സിലായോ? ഇല്ലല്ലേ? ഞാനും ഡാഡിയും മമ്മിയും അനിയനും യാത്ര ചെയ്ത് ഒരിടത്തിൽ ചെന്നെത്തി. അപ്പോൾ കമ്പിയടിക്കൽ ഒരു അമ്മയുടെ നിലവിളി. ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ ഈ അമ്മ എന്താണ് ഉദ്ദേശിച്ചത്? അകത്തൊരു മാനാണ് കേട്ടോ. ഞങ്ങൾ യാത്ര ചെയ്ത് ചെന്നെത്തിയ സ്ഥലം ഒരു സൂവിലാണ്. ഈ മാൻ എന്തിനാണ് നിലവിളിക്കുന്നത് നോക്കിയപ്പോൾ ആ മാൻകുട്ടി ആദ്യമായിട്ട് പിടഞ്ഞ് മണ്ണിൽ കാല് കുത്തി നിൽക്കുന്നത്. അതുകൊണ്ടാണ് മാൻ നിലവിളിച്ചത്. ഇതാ കണ്ടത് ഡാഡി മമ്മിയെ നോക്കി, കണ്ടോടി കണ്ടോ, കണ്ട പടി മാൻ പ്രസവിച്ചത് കണ്ടോ? അതിന്റെ അടുത്ത് ബന്ധുക്കളോ സ്വത്തുക്കളോ ഡോക്ടർമാരോടോ നഴ്സുമാരോടോ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? എന്റെ പുന്നാര ഭാര്യ, നീ ആദ്യമായിട്ട് ഗർഭം ധരിച്ചപ്പോൾ എനിക്ക് സ്വസ്ഥതയേ ഇല്ല. അന്ന് നഷ്ടപ്പെട്ടത് എന്റെ സന്തോഷം. 10 മാസം ഇവിടെ കാലുവേദന അനുഭവിച്ച് ഞാനും തീറ്റിനതും പ്രാർത്ഥന പോലെ അലഞ്ഞതും ഞാനും. ആ ദിവസം വന്നപ്പോൾ കരഞ്ഞ് വിളിച്ച്, മനുഷ്യ യേശുള്ള ആസ്പത്രിയിൽ പോട്ടെ എന്റെ ചേട്ടാ, മനുഷ്യ സിരിച്ചോണ്ട് വൈദ്യം വെക്കുന്ന ഡോക്ടർക്ക് പോട്ടെ എന്റെ ചേട്ടാ, മനുഷ്യ ലക്ഷങ്ങൾ ബില്ല് വരുന്ന സിറ്റി ഹോസ്പിറ്റലിൽ പോട്ടെ എന്റെ ചേട്ടാ. ഇതോ ഇത്രയും നിങ്ങൾ ലക്ഷങ്ങൾ മുടക്കി ഞാൻ പെറ്റെടുത്ത മുത്ത് അന്ന് വളരാൻ തുടങ്ങിയത് ഇന്ന് ഇതുവരെ വളർന്നു. ഞാൻ സമ്പാദിച്ച നിധിയാണ് നിങ്ങൾ മുമ്പിൽ നിൽക്കുന്ന ഞാൻ, സ്റ്റെനിയായ ഞാൻ. മനസ്സിലായോ? മനസ്സിലായി കാണില്ലല്ലേ? മനസ്സിലായി.